ഈ അടുത്തിനൊരു സുഹൃത്ത് ചോദിക്കണ്ടേ, യഥാർത്ഥത്തിൽ മാസപ്പിറവി കാണാൻ പറ്റുന്നുള്ളൊരു ചാൻസ് കൊണ്ട് മാസപ്പിറവി ഉറപ്പിക്കാൻ പറ്റുമോ, അല്ല അത് ശാസ്ത്രീയപരമായ ഒരു ചാൻസ് ഉണ്ടാവണം, എന്താണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാഴ്ചപ്പാട്, യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ സംഭവം എന്ന് എന്നോട് ചോദിക്കേണ്ടത്. യഥാർത്ഥത്തിൽ കാലിക കേരളത്തിൽ ആ ചോദ്യത്തിനൊരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ മുജാഹിദിനെ വെച്ചെടുക്കാൻ നോക്കുകയാണെങ്കിൽ ഓർക്കിടയിൽ മൂന്നാല് അഭിപ്രായക്കാരുണ്ട്. അവർ ഹിലാൽ കമ്മിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കണ്ടാൽ മാത്രം പോരാ, അത് ശാസ്ത്രീയമായൊരു ചാൻസും കൂടി വേണം. എന്നാൽ ഹിലാൽ കമ്മിറ്റിൻ്റെയും മർക്കസ് ദാവിൻ്റെയും അഭിപ്രായം ഇതിനോട് വ്യത്യസ്തമാണ്. ലോകത്തെവിടെയെങ്കിലും ഒരു കാണാനുള്ള ചാൻസ് ഉണ്ടായാൽ മതി, എന്നാൽ തന്നെ മാസപ്പിറവി ഉറപ്പിക്കാം. എന്നാൽ ഇത് രണ്ടില്ലാത്ത അഭിപ്രായമാണ് ആരടുത്ത് വിശുദ്ധ ഗ്രൂപ്പിലെടുത്ത്. ഇത് നമ്മുടെ അഭിപ്രായത്തിനോട് യോജിച്ചിട്ടുള്ളതാണ്. അഥവാ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാസപ്പിറവി ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണ്. എന്നാൽ നമ്മളെ അഭിപ്രായത്തിൽ തന്നെയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇത് മൂന്നല്ലാത്ത അഭിപ്രായക്കാർ അവരുടെ ഇടയിൽ ഇങ്ങനെ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ മക്കത്തും മദീനത്തും എങ്ങനെയാണോ അതാണ് ഇവിടെയും മാസപ്പിറവി ഉറപ്പിക്കാനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് പോലുണ്ട്. ഇതിന് ഈ വിഷയത്തിന് പേരെടുത്ത ഒരു രസകരമായ ഒരു അടിപൊളി ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ വന്നിങ്ങനെ പറയാണ്, മഴ പെയ്താൽ മാത്രം പോരാ, അതിന് ശാസ്ത്രീയമായൊരു സാധ്യത കൂടെ ഉണ്ടാവണം, എന്നാലേ നനയുള്ളൂ. അപ്പോൾ വേറൊരാളെന്ന് പറയാണ്, അല്ലല്ല അങ്ങനെയൊന്നുമല്ല, അത് തെറ്റാണ്, മഴ പെയ്യണമെന്നില്ല, ശാസ്ത്രീയമായൊരു സാധ്യത ഉണ്ടായാൽ തന്നെ നനയും. അപ്പോൾ വേറൊരാളെന്ന് പറയാണ്, അങ്ങനെയല്ല, ഇത് തെറ്റാണ്, ശാസ്ത്രീയമായ സാധ്യത ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, മഴ പെയ്തോ എന്നാൽ നനയും. അങ്ങനെ നമ്മൾ ആരും അഭിപ്രായമാണ്. അതായത് സല്ലല്ലാഹു പറഞ്ഞല്ലോ, സൂമൂലി റുഅ്യത്തി അഫ്തിറൂലി റുഅ്യത്തി എന്നാണ് നബി പറഞ്ഞത്. നമ്മൾ കണ്ടതിന് വേണ്ടി നോമ്പ് നോക്കും. അതായത് മാസപ്പിറവി കണ്ടതിൻ്റെ പേരിൽ നോമ്പ് നോക്കൂ, മാസപ്പിറവി കണ്ടതിൻ്റെ പേരിൽ നോമ്പിനെ ഉപേക്ഷിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുക എന്നുള്ളതിനാണ് പ്രസക്തി. അതായത് മാസത്തെ കാണുക എന്നുള്ളതാണ്. അവിടെ ശാസ്ത്രീയപരമായ ഒരു സാധ്യത ഉണ്ടാവാതിരിക്കട്ടെ, അത് നമ്മളെ സംബന്ധിച്ചൊരു വിഷയമല്ല, അത് ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നോമ്പിൻ്റെ തുടക്കം അവസാനം പാത്തിലാക്കുന്ന ഒരു സംഭവമാണ്. ഇനി പറയാൻ പോകുന്നത് നോമ്പിന് മൊത്തത്തിൽ ഫസാദാക്കാനുള്ള ഒരു സംഭവമാണ്. ഈ മുജാഹിദുകളുടെ അത്തായത്തിൻ്റെ വിഷയമൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാവണം. അത്തായത്തിൻ്റെ വിഷയത്തിൽ ഈ ആദ്യം ഒരു അഭിപ്രായം തരുന്ന വെച്ചാൽ, ബാങ്ക് കൊടുത്തിട്ടും കുഴപ്പമില്ല, നമ്മൾ പാത്രത്തിലുള്ള മുഴുവൻ നമുക്ക് കഴിക്കാൻ പറ്റുന്നുള്ളൂ. അവിടെ ആര് നിലപാട് വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരാളൊരു ചെമ്പൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ ആൾക്കൊരു വൈകുന്നേരം വരെയൊക്കെ കഴിക്കാം. നമ്മളതിനെ ഒരുപാട് തവണ ചോദ്യം ചെയ്തു. അപ്പോൾ ഈ വിസ്റ്റം ഗ്രൂപ്പിൽ അപ്പോൾ അതിൽ കുറച്ചൊരു പഠനമൊക്കെ നടത്തി നല്ലൊരു കൺക്ലൂഷനിൽ എത്തിയിട്ട് അവർ വന്ന് നമ്മൾ പറഞ്ഞ അടുത്തേക്ക് എത്തി. അതായത് ഫജർ സ്വാദിക്ക് വെളിവായാൽ പിന്നെ അത്താൻ കഴിക്കാൻ പാടില്ല എന്നുള്ളടത്തേക്ക് വിസ്റ്റം ഗ്രൂപ്പിലെത്തി. അപ്പോൾ ഈ മുജാഹിദിൻ്റെ അടിയിൽ എന്തായി, രണ്ട് വാദങ്ങൾ നിലവിൽ വന്നപ്പോൾ ഇതിൽ ക്ലാരിഫൈ നടത്താൻ വേണ്ടി ക്യാനമിൻ്റെ അടുത്ത് പോയപ്പോൾ അവർ പറഞ്ഞ് അങ്ങനല്ല, അതായത് ഭക്ഷണം ബാങ്ക് കൊടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കാം, പക്ഷേ പാത്രത്തിൽ മുഴുവൻ കഴിക്കാൻ പറ്റില്ല, നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അല്ല ഒരു കുറച്ചൊക്കെ ഒരു കഴിക്കാന്ന് പറയുക. ഈ കുറച്ച് എന്നൊക്കെ പറയുമ്പോൾ അതിനെന്തെങ്കിലും കണക്കെന്തെങ്കിലും പറയുന്നത്, ഇപ്പോൾ 40 കിലോ ഉള്ള ഒരാൾക്ക് ഇത്ര കഴിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു പക്ഷേ പോലെ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, പട്ടികയൊക്കെ പുറത്തിറക്കുന്ന. ഇവിടെ ഏറെ രസകരമായി തോന്നണേ, എന്തിന് ഖുർആൻ എന്ന് തന്നെ തെളിവാണെന്ന് വാദിക്കുന്ന ആൾക്കാരാണല്ലോ അവരെ. എന്നിട്ട് ഖുർആൻ ശക്തമായിട്ട് പറഞ്ഞതാണ്, വക്കുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. രാത്രിയുടെ കറുത്ത നൂല് പ്രഭാതത്തിൻ്റെ വെളുത്ത നൂലിൽ നിന്ന് വ്യക്തമാകുന്നത് വരെ നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ എന്ന് ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു കണ്ടിട്ടില്ല എന്നുള്ളത് വളരെ അതിശയമാണ്. ഈ ഒരു ആയത്തിറങ്ങിയപ്പോഴാണ് സഹാബത്ത് കിറാന്ന് ഒരു കറുത്ത നൂലും വെളുത്ത നൂലും എടുത്തിട്ട് തലയണക്കടിയിൽ വെച്ച് സൂര്യൻ ഉദിക്കുമ്പോൾ ഈ കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് എപ്പോഴാണോ വ്യക്തമാകുന്നത് അതുവരെയാണ് അത്തായം എന്നാണ് അവർ മനസ്സിലാക്കിയത്. ഈ സമയത്താണ് ഖുർആൻ വാക്കി പറയുന്നത് മിനൽ ഫജർ, ഫജർ വരെയാണ്. ഫജർ വരെ എന്ന് പറയുമ്പോൾ പ്രഭാതം വരെയാണ്. പ്രഭാതത്തിനെ നമ്മൾ അടിസ്ഥാനമാക്കുന്നത് സുബഹയാണല്ലോ, അപ്പോൾ സുബഹ വരെയാണെന്ന് അതിന് മനസ്സിലാവുന്നില്ല. അല്ലാഹു വസല്ലമ തങ്ങളൊരു ഹദീസുണ്ട്, ഇന്ന ബിലാലൻ യുനാദി ബില്ലൈ വക്കുലു വശറബു ഹത്താ യുനാദി ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അതായത് അന്ന് പ്രചാരത്തിൽ 2 ബാങ്കുണ്ട് മദീനത്ത്. ഇപ്പോഴും ചില പള്ളികളൊക്കെ കേരളത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ പൊന്നാനിയിലൊക്കെ അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കും.
അതായത് തഹജ്ജുദിനൊരു ബാങ്കുണ്ടാവും, സുബഹിക്ക് വേറൊരു ബാങ്കുണ്ടാവും. അത് ഈ രാത്രിയിലുള്ള ബാങ്ക്, തഹജ്ജുദിൻ്റെ ബാങ്ക് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിക്കൽ, സുബഹിൻ്റെ ബാങ്ക് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വിളിക്കൽ. അപ്പോൾ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്നത് വരെ നിങ്ങൾക്ക് അത്താഴം കഴിക്കാമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാങ്ക് കേട്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ അത്താഴം കഴിക്കാൻ നിർത്തേണ്ടതില്ല എന്ന് ആണ്. അതായത് തൊട്ടടുത്ത വേറെ ഹദീസിൽ ആ കാര്യം കൂടുതൽ വ്യക്തമുണ്ട്. അതായത് ഇദാ സമിഅ അഹദുക്കും നിദാ അൽ ഇനാഉ അലാ യദിഹി ഫലാ യദഉഹു ഹത്താ യഖ്ദിയ ഹാജതഹു എന്നൊരു ഹദീസുണ്ട്. അതിനെ പലപ്പോഴും ഈ മുജാഹിദുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉദ്ധരിക്കാറുണ്ട്. അതായത് ബാങ്ക് വിളിക്കുകയും നിങ്ങളുടെ കയ്യിൽ പാത്രം ഉണ്ടായിരിക്കെ ബാങ്ക് വിളിച്ചാൽ നിങ്ങൾ ആ പാത്രം താഴെ വെക്കേണ്ടതില്ല, അതിന് ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് താഴ്ച്ചാൽ നിങ്ങളുടെ ഹദീസ്. അത് യഥാർത്ഥത്തിന് മുമ്പ് പറഞ്ഞ ഹദീസിനെ ഒന്നുപാടി വ്യക്തമാക്കിയതാണ്. അതായത് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാങ്കാണ് ഇവിടെ ഉദ്ദേശം എന്ന് രണ്ട് ഹദീസും കൂടി ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് ഹദീസ് ഒപ്പം വന്നാൽ പരമാവധി അതിനെ ജമ ചെയ്യാനാണല്ലോ നോക്കേണ്ടത്. അതായത് ജമ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പ് പറഞ്ഞ ഹദീസിൽ അവിടെ ഒരു ബാങ്കിനെ കുറിച്ച് പറയണ്ടല്ലോ, ആ ബാങ്ക് അതായത് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാങ്കാണ് അവിടെ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമാണ്. ഹദീസൊക്കെ തരുന്ന ഒരാൾക്ക് ഏകദേശം പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ എന്താ വെച്ചാൽ നിയമത്തിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞത് അതതിൻ്റെ കാർക്കശ്യത്തിലാണ്. ഇപ്പോൾ 6:30 ഗേറ്റ് അടക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരാളൊന്ന് ചോദിക്കുക 6:32 അടച്ചാൽ മതിയല്ലോ. അപ്പോൾ മറ്റൊരാളേക്കും 6:34 അടക്കാണ്. അപ്പോൾ നിയമത്തിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതതിൻ്റെ കാർക്കശ്യത്തിൽ മാത്രമാണ്. ഇപ്പോൾ നോമ്പൊക്കെ ഏകദേശം ഫസാദാക്കി കഴിഞ്ഞു. ഇനി അടുത്തൊരു പവിത്രമാക്കപ്പെട്ട ഇബാദത്താണ് തറാവീഹ് എന്ന് പറയുന്നത്. അതിലും എങ്ങനെയാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. അതായത് ഇവരെ തറാവീഹിൻ്റെ വിഷയം എടുക്കുകയാണെങ്കിൽ ഇവിടെ 5-6 അഭിപ്രായങ്ങൾ നിലവിലെടുത്ത് പൊതുവേ ഏത് വിഷയം എടുത്താലും മുജാഹിദീങ്ങളെടുത്താൽ 5-6 നിലപാടുണ്ടാകും എന്നുള്ള സ്വാഭാവികം. അതായത് തറാവിൻ്റെ റക്കാത്തിൻ്റെ എണ്ണത്തിൻ്റെ വിഷയത്തിലും അത്താഴത്തിൻ്റെ വിഷയത്തിലും ഈ മാസപ്പിറവിൻ്റെ വിഷയത്തിലും എല്ലായിടത്തും ഒരു 5-6 അഭിപ്രായമുണ്ട്. പക്ഷേ ഖലാഫുൽ അയിമത്ത് റഹ്മത്തുള്ളാഹിം ഒന്നും അവിടെ എടുക്കാൻ പറ്റില്ല. കാരണം അയിമത്താണ്. കാരണം അയിമത്തിൽ 40 പെട്ട 4 മദ്ഹബിൻ്റെ ഇമാമാരും 20 കുറഞ്ഞൊരു തറാവീഹ് പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിക്കുന്നതാരാ? മുജാഹിദീങ്ങളാണ്. പക്ഷെ എന്നാലും 1938 വരെ അവരുടെ അഭിപ്രായം 20 റക്കാത്ത് തറാവീഹാണെന്നുള്ളത്. അതുപോലെ കിതാബുൽ അവ്വലു ഫിൽ അമലിയ്യാത്ത് എന്ന് പറഞ്ഞ ആദ്യകാല ഗ്രന്ഥങ്ങളിലൊക്കെ പരാമർശിക്കണം. പിന്നീട് ഒരു സെർവർ മെയിൻ്റെനൻസ് ഒക്കെ ഒന്ന് അപ്ഡേഷൻ വന്നപ്പോൾ എന്തായി, അത് 8 + 3 11 11. ഇപ്പോൾ 11 എന്നുള്ളതിലാണ് അവിടെ എത്തുന്നത്. ഇപ്പോൾ 2018 സക്കരിയ സ്വലാഹി ഒന്ന് പറയുകയുണ്ടായി, ഞാൻ 30 വർഷമായിട്ട് പറഞ്ഞ തറാവീഹിൻ്റെ കുറേ മാറ്റിത്തിരുത്തലുകളൊക്കെ ഞാൻ പിൻവലിച്ചിട്ടുണ്ട്, ഇനി 20 റക്അത്ത് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് പോയത്. ഇവിടെ അവർ തെറ്റിദ്ധരിപ്പിക്കാൻ വരുന്ന ഹദീസുണ്ട്. അതായത് ആയിഷ ബീവിനോട് ഒരാളൊന്ന് ചോദിക്കുന്നുണ്ട്, കൈഫ കാനത്ത് സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റമദാന. അപ്പോൾ ആയിഷ ബീവി കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ മാക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അത്തൻ. എന്നാൽ അഥവാ റമദാൻ അല്ലാത്ത സമയത്തും റസൂലുള്ളാഹിന്റെ നിസ്കാരം 11-ലേറെ കൂടാൻ അധികരിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്നാണ് മഹദിയുടെ അഭിപ്രായം. മഹദി പറഞ്ഞ മറുപടി. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് റമദാൻ അല്ലാതിരിക്കട്ടെ, അങ്ങനെ ഒരു നിസ്കാരം റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച നിസ്കാരം അത് വിത്ര എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് 11-ലേറെ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പോൾ ആ ഒരു സാധനം, ആ ഒരു വിത്ര നിസ്കാരത്തിന് ഇവിടെ മഹദി പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളിത് പറഞ്ഞപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അവരുള്ള തഹജ്ജുദും പോയി. അത് നമ്മൾ അത് പറഞ്ഞ സന്ദർഭത്തിൽ അവർ പറഞ്ഞത് അങ്ങനെ ഒരു പ്രത്യേക നിസ്കാരങ്ങളൊന്നുമില്ല, ആ ഒറ്റ നിസ്കാരമുള്ളൂ. അതായത് റമദാൻ അല്ലാത്ത സമയത്ത് അതിന് വിത്ർ എന്ന് പേര് പറയും, റമദാനിലാണെങ്കിൽ തറാവീഹ് എന്ന് പേര് പറയും. ഇപ്പോൾ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കണമെങ്കിൽ എന്താവും? തഹജ്ജുദാവും. പക്ഷേ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹദീസിൽ തന്നെ കാര്യം നടത്തണം. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം എന്താ, ആയിഷ ബീവിൻ്റെ ഹദീസിൽ തന്നെ കാര്യം നടത്തണം. എന്താ ചോദ്യം എന്താ? കൈഫ കാനത്ത് സ്വലാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. ഈ മാരിഫയിലേക്ക് വാഫത്ത് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർക്കിത് പറയാൻ പറ്റുന്നത്. അവരെന്ന് പറഞ്ഞാൽ ഉമർ പോലും തള്ളുന്ന ആൾക്കാരെന്നാണ്. കാരണം മക്കത്തെ ഉമർ 20 റക്അത്ത് തറാവീഹ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് ഉമർ അത് 8 ചുരുക്കി എന്ന് പോലും പറയാൻ മടിക്കാത്ത ആളുകളാണ് അവരിലുള്ളത്. യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അത് പറയുന്ന സന്ദർഭത്തിൽ അവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഖുലഫാ റാഷിദാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പോലെപ്പെട്ട
ഖുലഫ റാഷിദിലെ പ്രമുഖരായ സഹാബാക്കൾ അവിടെ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കുന്നത്. അവരുടെ എല്ലാം മൗനം സമ്മതമാണല്ലോ, സമ്മതത്തിൻ്റെ സ്ഥാനത്താണെന്ന് റസൂലുള്ളാഹി ഹദീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ മാത്രമുള്ള കാര്യമാണ്. അപ്പോൾ മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹുവിനെ തട്ടാന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടി തട്ടുന്ന സ്ഥാനത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, അലൈക്കും ബിസുന്നത്തി വസുന്നത്തി ഖുലഫാ റാഷിദീൻ അൽ മഹ്ദിയീൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഖുലഫാ റാഷിദീങ്ങളുടെ സുന്നത്തുകളെ നിങ്ങൾ മുറുകെ പിടിക്കാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഖുലഫാ റാഷിദീങ്ങളെ തല്ലാന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തള്ളണ പോലെയാണ്, അല്ലെങ്കിൽ ആ ഹദീസിനെ നിരാകരിക്കണ പോലെ. ഇനി വിത്തറിൻ്റെ കുനൂത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിലേക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. ഒരു ടീം പറയാം ഹദീസ് തള്ളപ്പെട്ട ഹദീസാണ്, അല്ലെങ്കിൽ അതിന് ഇജ്മാ ഇല്ല, അല്ലെങ്കിൽ ഹദീസ് സ്വഹീഹല്ല. ഇത്തരത്തിൽ പലതരത്തിൽ ഇതിങ്ങനെ മാറ്റി തിരുത്തലുകൾ കൊണ്ടുവരണമല്ലോ. വളരെ സ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ പലതും മാറ്റാ തിരുത്തുക, ആൾക്കാരുടെ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓരോ സമീപകാല പ്രവർത്തികളിൽ നിന്ന് തോന്നിപ്പോകും. നമ്മുടെ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ അന്നും ഇന്നും ഒരേ നിലപാടിലാണ്. കാരണം നമ്മൾ ആദ്യം പറയുന്നത് തറാവീഹ് 20 റക്അത്ത്, അത് ഇന്നും ഒന്നൊന്നാണ്. വിത്തർ 11 റക്അത്താണ്, അത് ഇന്നും ഒന്നൊന്നാണ്. മാത്രമല്ല റമദാൻ്റെ പകുതിക്ക് ശേഷം വിത്തറിൽ കുനൂത്തുണ്ട് എന്നതും നമ്മുടെ അഭിപ്രായം അന്നും ഇന്നൊക്കെ ഒരേ അഭിപ്രായമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ് ഒരടി കുറച്ചൊരു മുഅ്മിനായ മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് നമ്മൾക്ക് കമ്മിറ്റി അറിയിച്ചൊരു സംഘടന സെക്രട്ടറി അറിയിച്ചിട്ടൊന്നും നമ്മുടെ നിലപാട് മാറില്ല. നിലപാട് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. കാരണം ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യമാണത്, അല്ലാതെ അത് മുജാഹിദിൻ്റെ കമ്മിറ്റിപരമായ ഇഷ്യൂ ഇല്ലല്ലോ. അത് വേണമെങ്കിൽ അവർക്ക് ആണ്ടും കൊണ്ടൊക്കെ മാറ്റും. ഇപ്പോൾ റമദാനൊക്കെ കഴിഞ്ഞു, ഇനി അടുത്തൊരു നമ്മുടെ ഒരു ആഘോഷമാണ് പെരുന്നാളെന്ന് പറയുന്നത്. ഈ പെരുന്നാളിൽ അവർ ഈദ്ഗാഹ് എന്ന് പറയുന്ന പേരിലൊരു സംഭവമുണ്ട്. അതായത് പള്ളി അല്ലാത്തൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മുടെ ഈ ഒരു നല്ല ആഘോഷത്തെ ഒരു ആഭാസമായി ചിത്രീകരിക്കുന്ന പോലെയാണ് അവർ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടാൽ നമുക്ക് തോന്നുന്നത്. ഓല് ഇതെന്തിനാ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓല് പറയണത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലല്ലാതെ നിസ്കരിച്ചില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പള്ളി പെരുന്നാളാണല്ലോ, അപ്പോൾ പള്ളിയിൽ സ്ഥലം ഉണ്ടാവില്ല, അങ്ങനെ ആൾക്കാരൊക്കെ ഒന്നും അറിയുമല്ലോ. ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തിറങ്ങി നിസ്കരിച്ചതാണ്. അതിനെടുത്തിട്ടാണ് ഇവർ ഇങ്ങനെ പറയണത്. ചുരുക്കി പറഞ്ഞാൽ ഈ നമ്മൾ ഈ കാണുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് തരുന്നത്, ആസപ്പിറവി സൂമുലി റുയത്തിഹി അഫ്തിറുലി റുയത്തിഹി എന്നുള്ള ഹദീസുള്ളത്. പിന്നീട് എന്താണ് തറാവീഹ് 20 റക്അത്താണ്, അതിനും നമ്മൾ ഹദീസ് പറഞ്ഞല്ലോ. പിന്നീട് എന്നുള്ളത് എന്താ വെച്ചാൽ അത്താഴം എന്നുള്ള ഫജർ സ്വാദിക്ക് വെളിവാകുന്നത് വരെയാണ് അത്താഴം കഴിക്കുന്നത്. അത്താഴത്തിൻ്റെ വിഷയത്തിലൊക്കെ എന്തെങ്കിലും ഒരു തെറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നോമ്പിന് റമദാൻ മൊത്തത്തിൽ തന്നെ ഫസാദാണോ പാലത്ത് കണക്കുപോലെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിബ്രീൽ വന്നുകൊണ്ട് ഒരിക്കലും പറയണ്ടല്ലോ, ഈ റമദാൻ കഴിഞ്ഞു പോയിട്ടും മുൻകഴിഞ്ഞ പാപങ്ങളൊന്നും പൊറുക്കാത്തതാണ് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആമീൻ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുപ്പിക്കുക എന്നുള്ളതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, മൻ സാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അതായത് ഒരുത്തന് നോമ്പ് നോറ്റ് ഈമാൻ നല്ല കൂലി പ്രതീക്ഷിച്ചാണ് നോമ്പ് നോൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥതയോട് നോമ്പ് നോൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തു തരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചത്. അപ്പോൾ ഈ നോമ്പ് റെഡിയാണെന്നുണ്ടെങ്കിൽ ആദ്യം അത്താഴം ആ സമയം റെഡിയാണല്ലോ. അത്താഴത്തിന് സമയത്തിന് ശേഷം ഭക്ഷണം കഴിച്ചാൽ നോമ്പ് തന്നെ ബാത്തിലാണോ പുറത്തുകാണ കാര്യങ്ങളോ. അപ്പോൾ ഇതൊക്കെ കൂടുതൽ വ്യക്തമായി പഠിച്ച് നല്ല രൂപത്തിൽ ചെയ്യുന്ന അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.